ഹായ് ഓൾ. ഇന്ന് 17-ാം തീയതി വെള്ളിയാഴ്ചയാണ്, ഏപ്രിൽ. നമ്മൾ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. 25,000 രൂപ ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് 1 lakh ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഈ ചലഞ്ച്. ഡ്യൂറിങ് ഓപ്ഷൻ ബൈയിങ് ഓൺലി. അപ്പോൾ ബൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ട്രേഡാണ്. 1:3 ആണ് റിസ്ക് റിവാർഡ് വെച്ചിരിക്കുന്നത്. ഞാൻ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ എന്തുകൊണ്ടാണ് ഈ ചലഞ്ച് എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ഒരു 1,50,000 അല്ല 2 lakh rupees അടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ജേണി. അപ്പോൾ എനിക്ക് ടോട്ടൽ ക്യാപിറ്റലും ഏകദേശം വാഷ് ഔട്ട് ആയിട്ടുണ്ട്. ഓവർ ട്രേഡിങ്, മോഷൻ കൺട്രോൾ ഇല്ലാത്തതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ഞാനൊരു ചലഞ്ച് പോലെ എടുത്തിരിക്കുന്നതാണ്. ഇത് എൻ്റെ ലാസ്റ്റ് ട്രേഡിംഗ് ആണ്. 25,000 രൂപ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് ഞാൻ ആ നഷ്ടപ്പെട്ട 1,70,000 എത്താൻ നോക്കുകയാണ്. ഈ 25,000 രൂപ ക്യാപിറ്റൽ വാഷാക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ട്രേഡിംഗ് ജേണിക്ക് ഇവിടെ പറയും. അപ്പോൾ ഇത് ഇന്നെടുത്തിരിക്കുന്ന ട്രേഡ് ഓൾമോസ്റ്റ് ടാർഗറ്റിന് അടുത്ത് വരെ പോയിട്ട് അത് അവിടെ നിന്ന് റിവേഴ്സ് ആവുന്നുണ്ട്. അതിനുശേഷം അത് പോയി ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇമോഷൻ കൺട്രോൾ ചെയ്ത് ഡിസിപ്ലിനായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് അടുത്ത ദിവസങ്ങളിലെല്ലാം ഇതിപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നെക്സ്റ്റ് ട്രേഡിന് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ. പക്ഷേ ഞാൻ നെക്സ്റ്റ് ട്രേഡിന് പോവുകയും ചെയ്തു, പ്രോഫിറ്റ് കളയുകയും ചെയ്തു. അപ്പോൾ ഞാൻ എല്ലാ ശനിയാഴ്ചകളിലും എൻ്റെ സ്റ്റാറ്റസ്, ഈ ട്രേഡിങ്ങിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെൻ്റെ ജേണലാണ്. ഇതിലെന്താ ഉണ്ടായതെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 650 രൂപ പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇന്ന് 300 രൂപ ബ്രോക്കറേജ് പോയിട്ടുണ്ട്. ബാലൻസ് ഒരു വിന്നെന്നാണ് ഞാൻ നോട്ട് ചെയ്തേക്കുന്നത്, പക്ഷേ അതൊരു വിന്നല്ല. കാരണം 2,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നിടത്തുനിന്നാണ് ഞാൻ ഈ 300 രൂപ ബ്രോക്കറേജ് കഴിച്ചിട്ട് 350 രൂപ പ്രോഫിറ്റും കൊണ്ട് ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ ഓവർ ട്രേഡ് ചെയ്തിട്ടുണ്ട്. 750 രൂപ ലോസ്, 1000 രൂപ ചാർജസ്. ഓൾമോസ്റ്റ് 15 ഞാൻ എഴുതി വെച്ചാണ്, എനിക്കറിയില്ല എത്ര എടുക്കുമെന്ന്. ഒരുപാട് ട്രേഡ് ഞാൻ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഓവർ ട്രേഡ് ഒഴിവാക്കി ഇമോഷൻ കൺട്രോൾ ചെയ്ത് ട്രേഡ് ചെയ്യാൻ നോക്കണം. അതിനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ കറൻ്റ്ലി 25,000 ക്യാപിറ്റൽ തുടങ്ങിയിട്ട് നമുക്കിപ്പോൾ ഇനി 23,600 ബാലൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 6% ഇപ്പോൾ ഒരു ഡൗണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ട്രേഡ്സ്, നെക്സ്റ്റ് വീക്കിലെ ട്രേഡ്സ് ഞാൻ നെക്സ്റ്റ് സാറ്റർഡേ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.